നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഗുഡ് മോർണിംഗ് സർ. സർ എന്താ? ഞാനുണ്ടാക്കിയ ഭക്ഷണം ഇത്, അതും രാജുവിന് വേണ്ടി. അത് കഴിക്കാതെ പോയാൽ എങ്ങനെയാ? മതി മാഡം, എന്റെ വയറ് നിറഞ്ഞോ? ശരി, കൈ കഴുക. ഇതേ തുടച്ചു. എന്നാ ഞാൻ പൊക്കോട്ടെ? ശരി. മാഡത്തിന്റെ കൈകൊണ്ട് ആദ്യമായി വെച്ചുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം കിട്ടിയതില് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക്സ് മാഡം. ആരുമില്ലാത്ത സമയത്ത് അവളുടെ ഒരു ട്രീറ്റ്. ഇതിന് നിനക്ക് പണി തന്നില്ലെങ്കിൽ ഈ ദീപകിന് വേറെ പേരിട്ട് വിളിച്ചോ. കുടുംബത്തിനെ കൊള്ളാവുന്നൊരു മുറച്ചെറുക്കാനുള്ളപ്പോ എങ്ങാണ്ടെന്നോ കെട്ടിക്കേറി വന്ന ഒരുത്തന് മകളെ കെട്ടിച്ചു കൊടുക്കാൻ ഒരുങ്ങുന്ന അമ്മാവനിട്ടൊരു പണി കൊടുക്കുന്നതിന്റെ സുഖം അതൊന്ന് വേറെ തന്നെയാ. എന്തായാലും ഇതോടെ കളി മാറും. ഞാൻ താലി കെട്ടേണ്ട പെണ്ണ് വേറൊരുത്തിന് കഴുത്ത് നീട്ടുന്ന അവസ്ഥ അത് മാറിക്കിട്ടും. ഈ വീഡിയോ കണ്ടിട്ടും അവളെ കെട്ടിക്കോളാന്നും പറഞ്ഞ് അവൻ വരുന്നുണ്ടെങ്കിൽ അവനൊരാണായിരിക്കില്ല. മോനെ രാജു, തൽക്കാലം നിന്റെ മുഖവും ശരീരവും ഞാനിങ്ങ് എടുക്കുക. ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി തന്നതിന് നിന്നോട് എനിക്ക് നന്ദിയുണ്ട്. കല്യാണം മുടക്കാൻ നിന്റെ മുഖമുള്ള ഒറിജിനൽ വീഡിയോ തന്നെ അയച്ചാൽ മതിയാവും. പക്ഷേ അതിലൊരു അല്പം റിസ്ക് ഉണ്ട്. അമ്മാവനെ നീ ബുദ്ധിരാക്ഷസനും പരമയോഗ്യനും അല്ലേ? മന്ത്രി അദ്ദേഹത്തിന്റെ മനസ്സെങ്ങാനോ ആ വഴിക്ക് നീങ്ങിയ നീ അകത്തും ഞാൻ പുറത്തുമാവും. അത് വേണ്ട. ഇന്നിപ്പോ ഒരു വെടിക്ക് രണ്ട് പക്ഷിയാ. കല്യാണം മുടങ്ങാൻ കാരണം പെണ്ണിന് അമ്മായിയുടെ മകനുമായിട്ടുള്ള അടുപ്പാണെന്ന് അവര് പറഞ്ഞു നടന്നോളും. അതോടെ ദീപക് ഇൻ, പിന്നെ കല്യാണം. ഫോണിൽ ചാർജ് കുറവാണല്ലോ. ചാർജർ എവിടെ? അശ്വിൻ, ഇതങ്ങ് ചെല്ലുമ്പോ എല്ലാം ഒന്ന് കലങ്ങും. കലങ്ങി കലങ്ങി തെളിയുമ്പോ ഋതിക ദീപകിൻ്റെത് മാത്രമാവും. എന്നിട്ട് വേണം അവളുടെ കണക്കുകൾ ഒന്നൊന്നായി തീർക്കാൻ.
ആഭരണങ്ങള് വേറെ വാങ്ങണോ? അതൊക്കെ നിങ്ങൾ പറയുന്ന പോലെ വാങ്ങണമെങ്കിൽ വാങ്ങാം. കുറച്ചൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് മതിയാവുന്ന. ചേച്ചി എന്ത് പറയുന്നു? പുതിയ ആഭരണങ്ങൾ വാങ്ങണോ? വേണ്ടി വരില്ല പ്രതാപ, ഉള്ളത് തന്നെ ധാരാളം. കല്യാണം നടന്നാലല്ലേ ആഭരണവും അലങ്കാരവും അത് മുടങ്ങുമെന്ന് ഈ മന്ത്രി പ്രമാണിക്ക് അറിയില്ലല്ലോ. ശരി, ആഭരണങ്ങൾ വാങ്ങണ്ട. മറ്റു കാര്യങ്ങളൊക്കെ രാജുവും ശേഖരനും കൂടെ നീക്കട്ടെ. അതങ്ങനെ മതി. ഗുഡ് മോർണിംഗ് സർ. മാറി സർ, എന്താ? ആ അശ്വിനോ? വാ വാ. ആ എല്ലാവരും ഉണ്ടല്ലോ. ആ ഞങ്ങളെ വിവാഹത്തിന്റെ ഒരുക്കങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു. വാ ഇരിക്കെ. അങ്ങളെ ഇരിക്കാനൊന്നും വന്നതല്ല. ചില കാര്യങ്ങൾ അറിയണം, ചില തീരുമാനങ്ങൾ എടുക്കണം. അതിനുവേണ്ടി മാത്രം ഇപ്പൊ വന്നത്. എന്ത് കാര്യത്തിനായാലും ഇരിക്കൂ. ഇരുന്ന് സംസാരിക്കാമല്ലോ. ഋതികയോടെ അവളോടും കൂടി എനിക്ക് സംസാരിക്കാനുള്ളത്. എന്താ എന്താ ഇങ്ങനെ? കാര്യം എന്താന്ന് വെച്ചാൽ പറയേ. അങ്ങളെ പറയാനൊന്നുമല്ല, എനിക്ക് കാണിക്കാനുള്ളത്. കണ്ടില്ലേ, എന്റെ വീട്ടിലും ഈ പറയുന്ന ഡ്രൈവറും ജോലിക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അവരാരും വീട്ടുകാരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഉണ്ടാവാറില്ല. ഇവൻ അങ്കിളുടെ പി ആണോ അതോ ഋതികയുടെ വേറെ ആരെങ്കിലും ആണോ? ഇവൻ ഇവിടത്തെ ജോലിക്കാരനാണോ അതിലും വലിയ മറ്റെന്തെങ്കിലും ആണോ? അശ്വിൻ തെറ്റിദ്ധരിക്കല്ലേ. ഇവൻ ഇവിടെ ജോലിക്കാരനാണെന്നുള്ള വിചാരത്തോടെ അല്ല പെരുമാറുന്നത്. ആ അത് ഋതുമോളുടെ തെറ്റല്ല, സ്വന്തം നിലം മറന്ന് പ്രവർത്തിക്കുന്ന ഇവന്റെ തെറ്റാണ്. ഈ വീഡിയോ മോന്റെ മൊബൈലിൽ വന്നതിന് വെറുതെ ഋതികയെ കുറ്റപ്പെടുത്തല്ലേ. ഇവൻ ചിലപ്പോ ഡൈനിങ് ടേബിളിൽ കയറിയിരിക്കും, അവളെ കൊണ്ട് വിളമ്പിച്ച് കഴിക്കും. അയ്യോ, അതൊന്നും ഋതുമോളുടെ തെറ്റല്ല, സത്യം. ജോലിക്കാരൻ നിലമറന്ന് പ്രവർത്തിക്കുന്നതല്ല കാര്യം, വീട്ടുകാർ അവനെ എങ്ങനെ നിർത്തുന്നു എന്നതാണ് കാര്യം. അതാണ് എനിക്കറിയേണ്ടത്. അല്ല, മോർഫ് ചെയ്ത എന്റെ മുഖം വെച്ച വീഡിയോ എങ്ങനെ ഒറിജിനൽ വീഡിയോ ആയി? എങ്ങനെ രാജുവിന്റെ മുഖം വന്നു? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.